മൊബൈലാണല്ലോ ഇറങ്ങിയെന്ന്. ആരാ നോക്ക്. ഈ സമയത്ത് ആര് വിളിക്കാനാ? ചിലപ്പോ അമ്മയായിരിക്കും. മകളെ കുരുതി കൊടുത്തുന്നൊരു തോന്നല് അമ്മയ്ക്കുണ്ടല്ലോ, അതുകൊണ്ട് ഉറക്കം വന്നാണില്ല. ഈ സമയത്ത് ഒരിക്കലും അമ്മ വിളിക്കില്ല. ആര്? പരിചയമുള്ള നമ്പറല്ല. എടുക്ക്. ഹലോ ഹലോ, ആരാ? ആരാ നീ? ആരാ ഇത്? ആരാ നീ? ആരാന്ന്? നിക്കവിടെ. മഹി, അമ്മേ, ഉണ്ണി, കള്ളൻ, കള്ളൻ. നിക്കടാ അവിടെ. അമ്മേ, കള്ളൻ. നിക്ക. ആരാ നീ? മഹി, വേണ്ട. ആരാ നീ? മഹി, മാറി. മഹി, 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 വേണ്ട. ഞാൻ നോക്കട്ടെ കണ്ടിട്ടാ. മഹി, മഹി, വേണ്ട. കള്ളൻ, കള്ളൻ. മഹി, മഹി. കള്ളൻ. ഓടി വരണേ. അമ്മേ. ടാ, നിക്കടാ അവിടെ. ടാ. നിക്കാൻ. കള്ളൻ. കള്ളൻ. നിക്കടാ അവിടെ. കള്ളൻ. എടാ നിക്കാൻ. ടാ, നിക്കാൻ. കള്ളൻ. 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 ടാ. നിക്കടാ അവിടെ. എന്താണ്? ഉണ്ണി, ആരാണ് നീ? എന്തിനാണ് അവിടെ വന്നത്? പറയടാ. എടാ, ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ ഇവിടെ വന്നെന്ന്? പറയടാ, പറയാൻ. ഇങ്ങോട്ട് ചോദിക്കും. അതെന്തിനാടാ അവളോട് ചോദിക്കുന്നേ? നീ ഏതാ? നിന്നെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സത്യം പറയടാ, നിങ്ങളാരും എന്നെ കണ്ടിട്ടില്ല. പക്ഷേ മഹാലക്ഷ്മി എന്നെ കണ്ടിട്ടുണ്ട്. മഹാലക്ഷ്മി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വാതിൽ തുറന്നു തന്നതും എന്നെ അകത്തേക്ക് വിളിച്ചതും ഈ മഹാലക്ഷ്മിയാ. നാണം കെട്ടവളെ, നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാടി ഇവനെ പോലെ ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചതാ? അയ്യോ, എനിക്കറിയില്ല. ഇത് കള്ളം പറയാ. ഞാൻ ഇയാളെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ആ പറഞ്ഞതാ കള്ളം. നിർത്തടാ. കള്ളം ഏതാ ശരി ഏതാന്നൊക്കെ ഇനി തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കട്ടെ. പോയി കണ്ണനെ വിളിച്ചോണ്ട് വാടാ. ഛേ,
സ്വന്തം കുടുംബത്തിന്റെ പേര് കളയാനായിട്ട് അവള് തുനിഞ്ഞിറങ്ങിയിരിക്കുക. എനിക്കൊന്നും അറിയില്ല. ദേ, അറിയോ ഇല്ലയോ എന്നൊക്കെ ഇനി നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ. നോക്കി നിൽക്കാതെ പോയി വിളിച്ചോണ്ട് വാടാ. ശരിയമ്മേ. നീ പറഞ്ഞത് ശരിയാണോടാ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ഇത്രയും ഉറപ്പുള്ള വീട്ടിലേക്ക് കയറുന്നേ? പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ സത്യം പറയണ്ടേ? എന്ത് സത്യം? എന്ത് സത്യതാ പറയുന്നേ? നിർത്തടി. ദേ, ഇനി പതിവ്രത ചമയാനൊന്നും നോക്കല്ലേ. ദൈവം ഉള്ളത് കൊണ്ടാ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ കാണേണ്ട കാഴ്ച ഞങ്ങളെ കാണിച്ചു തന്നത്. ഞങ്ങളുടെ കുഞ്ഞിന് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നടി. അതിനു പകരം ഇത്രയും തരം താണ പ്രവൃത്തി കാണിക്കാൻ പാടില്ലായിരുന്നടി. ഏട്ടാ, 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 ഉണ്ണി, നീ ആ വീൽ ചെയറിങ് എടുക്ക്. ഉണ്ണി, മഹി, അതൊക്കെ പറയാം. കള്ളനെ പിടിച്ചോടാ. പിടിച്ചു. ബാക്കിയൊക്കെ ഏട്ടൻ നേരിട്ട് മനസ്സിലാക്കിയാൽ മതി. ഉണ്ണി, എന്താടാ കാര്യം പറ. ഏട്ടൻ അങ്ങോട്ട് വാ. വാ വാ. ദേ, ഇവള് വലതുകാലി വെച്ച് ഇങ്ങോട്ട് കേറി വന്നതിന്റെ അടുത്ത ദിവസം തന്നെ തനി കൊണം കാണിച്ചു. ദേ, ഇന്നലെ രാത്രി നിങ്ങളുടെ ആദ്യ രാത്രിയായിരുന്നു. രണ്ടാമത്തെ രാത്രി തന്നെ ഇവളുടെ ജാരൻ ആരാണെന്ന് ഇവള് നമുക്ക് കാണിച്ചു തന്നു. ഡാ മോനെ, ദേ, മുൻവശത്തെ വാതില് തുറന്നിട്ടിട്ട് കാമുകനെ അകത്തേക്ക് വിളിച്ചു കയറ്റിയതേ ദേ ഇവളാ. ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന വഴിപിടിച്ച പെണ്ണാ ഇവള്. കല്യാണത്തിന് മുമ്പേ തുടങ്ങിയ ബന്ധമായിരിക്കുമല്ലോ. എന്നിട്ട് കരുണയെടുത്ത് എടുത്തിയുടെ വീട്ടുകാരിതൊന്നും അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ മഞ്ജു, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരുത്തനെ കാണുന്നേ. കള്ളം ചെയ്യാൻ ആണുങ്ങളെക്കാളും മിടുക്കുണ്ട് ചില പെണ്ണുങ്ങൾക്ക്. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? സത്യം പറയടാ. ഇവിടെ നടന്ന എന്താണെന്ന് ഒരു അക്ഷരം പോലും വിടാതെ പറയണം നീ എന്നോട്. നിങ്ങളോടൊക്കെ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. മഹാലക്ഷ്മി ഞാനും തമ്മിൽ 4-5 വർഷമായിട്ട് അടുപ്പത്തില്ല. ഞാൻ അവളുടെ കാര്യത്തിൽ മിന്നി കെട്ടാൻ തയ്യാറായിരുന്നു.
എന്നാ അത് വേണ്ട. കാല് വയ്യാത്ത ഒരാളാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് കല്യാണ ശേഷവും ബന്ധം തുടരാന്ന് ഈ മഹാലക്ഷ്മി എന്നോട് പറഞ്ഞത്. ഇന്ന് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞ് എന്റെ പിറ്റേ ദിവസം തന്നെ വേണമെന്ന്. പക്ഷെ മഹാലക്ഷ്മി നിർബന്ധിച്ചോട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇവളെ ഒത്തിരി ഇഷ്ടമാ. അതുകൊണ്ട് നാളെ ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടാൻ പറഞ്ഞാലും ഞാൻ കെട്ടും. പറയടാ, ഈ പറഞ്ഞതൊക്കെ ആരാടാ നിന്നെ കൊണ്ട് പറയിച്ചത്? പറയടാ, നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? പറയാ, ഞാനുമായിട്ട് ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പറയടാ, പറയാ, പറയടാ, പറയടാ, പറയാ. മഹാലക്ഷ്മി, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ. ഇനി നിനക്ക് പോവാം. ഇവനെങ്ങനെ വെറുതെ വിടുന്നത് ശരിയാണോ ഏട്ടാ? പോലീസിനെ വിളിക്കല്ലേ വേണ്ടത്? വേണ്ട, അവനും പറയാനുള്ളത് പറഞ്ഞല്ലോ. ഇനി പോലീസിനോട് ഇത് ആവർത്തിച്ചാലേ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ സംഭവം നാട്ടുകാരും ബന്ധുക്കളും അറിയും. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നീ പൊക്കോ. പോടാ. മോനെ, ഇവിടെ പോലൊരുത്തി ഈ വീട്ടിനകത്തിരുത്തിയ നീ പറഞ്ഞ നാട്ടുകാരൊക്കെ എന്തെങ്കിലും ഇത് അറിയില്ലേ? ഇതിനേക്കാളും മാറും അന്നേരം പോവില്ലേ? ഇന്നൊരുത്തം വന്നു, അവന്റെ പിന്നാലെ ഇനി ഇവളുടെ കാമുകന്മാര് വന്നാലോ? എന്തായാലും നാളെ ഇവളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോവല്ലേ? അവിടെ ചെന്നിട്ട് ഇവളുടെ അച്ഛനെയും മുത്തശ്ശിയും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് അവിടെ നിർത്തിയിട്ടിങ്ങ് പോര്. ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത് നന്നായി കണ്ണ. ഇന്ന് ഇവള് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ബന്ധം നമ്മൾ അറിയാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേനെ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ നമ്മൾ കാണേണ്ട രംഗം നമ്മൾ കണ്ടല്ലോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ കരയുന്നേ? പിന്നെ ആരാടി തെറ്റിയത്? നിന്നെ കാണാനല്ലാതെ പിന്നെ ആരെ കാണാനാടി ആ പോയവൻ വന്നത്? എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാവുന്നത്? മോനെ, ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു വിടുന്നോ അതോ ഞാൻ പറഞ്ഞതുപോലെ നാളെ മതിയോ? നാളെ മതി. അപ്പൊ നാളെ അങ്ങോട്ട് കൊണ്ടുവിടുന്നോ അതോ രാവിലെ തന്നെ ഇവളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറയണോ മോനെ? ഏതായാലും അങ്ങോട്ട് വിരുന്നിന് പോയിരിക്കല്ലേ, അത് മുടക്കണ്ട. പോകുക ഇനി അവളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട്. എല്ലാത്തിനും അവൻ സാക്ഷിയാ. പിന്നെ ഇനി അവൾ എത്ര ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല.
മോളെ, നാളെ വീട്ടിൽ ചെന്നിട്ട് മോള് വേണം കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ ഏതായാലും നാളെ മോളുടെ അച്ഛനെ വിളിച്ചോളാം. മോള് പോയി കിടന്നോ. നീ പോയി കിടക്ക, ഞാനങ്ങ് വന്നോളാം. എല്ലാം എത്ര പെട്ടെന്നാ സംഭവിച്ചത്. അവളുടെ ചീട്ട് കീറി. ഈ വീട്ടിലെ താമസവും. അങ്ങനെ കാല് വയ്യാത്തവന്റെ കുടുംബജീവിതം തീർന്നു. അവളും രക്ഷപ്പെട്ടു, അവനും രക്ഷപ്പെട്ടു, കൂട്ടത്തി ഞാനും. എന്തോന്നും മിണ്ടാത്ത? കണ്ടിട്ടെന്റെ അമ്മ പറഞ്ഞ പോലെ എന്നെ വേണമെങ്കിൽ നാളെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേണമെങ്കിൽ പൊക്കോളാം. അപ്പോഴൊരു സത്യം കണ്ടിട്ടൻ അറിയണം. നമ്മുടെ കല്യാണത്തിന് മുൻപോ അതിന് ശേഷവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. എനിക്കൊരു കാമുകനും ഇല്ല. ഇത് മനഃപൂർവ്വം ആരോ അവന് പുലർത്തന്നെ ഈ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതാ. അതുകൊണ്ട് നമ്മുടെ ബന്ധം ഇന്നത്തോട് അവസാനിച്ചാലും ശരി, കണ്ണേട്ടനെ ഉറക്കി കിടത്തിയിട്ട് കാമുകനെ മുറിക്കകത്ത് കയറ്റിന്ന് കണ്ണേട്ടൻ മാത്രം പറയരുത്. മറ്റുള്ളവർ അതിന്റെ പേരിൽ എന്നെ കുത്തി നോവിച്ചോട്ടെ, കൊല്ലുന്ന രീതിയിൽ സംസാരിച്ചോട്ടെ. എന്നാലും ഈ താലിയുടെ അവകാശം അങ്ങനെ പറഞ്ഞ ഞാൻ തകർന്നു പോവും. കിടക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.